ഒരു നിമിഷം ഒന്നോർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു നിമിഷം ഒന്ന് വൈകിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു നിമിഷം അതല്ലായിരുന്നുവെങ്കിൽ, ഇല്ലേ? സാഹിത്യം പറയുന്നില്ല, ഒരു നിമിഷത്തിൻ്റെ എന്താ പറയുക, നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു നിമിഷം കൊണ്ടെല്ലാം നശിച്ചു, ഇല്ലേ? അത് അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കും, ആ ഒരു നിമിഷത്തെ മാത്രം ദൈവം നമ്മളിൽ നിന്നും എടുത്തു കളഞ്ഞിരുന്നുവെങ്കിൽ എന്ത് നല്ല സന്തോഷമാകുമായിരുന്നു അല്ലേ നമ്മുടെ ലൈഫൊക്കെ. ഒരു നിമിഷമാണ് നമ്മുടെ ജീവിതത്തിൽ പലതും മാറ്റിമറിക്കുന്നത്. ഒരേ ഒരു നിമിഷം നമ്മുടെ ലൈഫിൽ പലതിനെയും കൊണ്ടുത്തരും, പലതിനെയും നശിപ്പിക്കും. പക്ഷെ ആ നിമിഷത്തെ ആരും വെറുത്ത ചരിത്രവുമില്ല, സ്നേഹിച്ച ചരിത്രവുമില്ല. പക്ഷേ ആ ഒരു നിമിഷം വേണ്ടായിരുന്നു എന്ന് ചിലർ പറയായിരുന്നു, ആ നിമിഷം ഉള്ളത് നല്ലതായിരുന്നു എന്നും പറയായിരുന്നു. ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു നിമിഷത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ലൈഫിലുള്ള ചില ദിവസങ്ങൾ ലൈഫിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന നിമിഷം, ചില സെക്കൻഡുകൾ നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന നിമിഷം, ചില ഓർമ്മകൾ നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന നിമിഷം. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഭയങ്കര വിഷമം എനിക്കുണ്ട്. ഈ നിമിഷത്തെ വെറുക്കുന്നു ഞാൻ. എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ അതിനൊരുത്തരം കറക്റ്റ് എനിക്ക് തരാനില്ല. പക്ഷേ ഈ ഒരു നിമിഷം വേണ്ടായിരുന്നു എന്നെനിക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കറക്റ്റ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ലൈഫിൽ പല 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 പ്രശ്നങ്ങളും നമ്മളൊക്കെ നേരിടുന്നതാണ്, പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ്. പലതിനെയും തരണം ചെയ്ത് നമുക്ക് പോരാനും പറ്റും, പലതിനെയും തരണം ചെയ്യാതെ നിൽക്കാനും പറ്റും നമുക്ക്. പക്ഷേ ജീവിതം എന്ന് പറയുന്ന പുസ്തകം ഓരോ പാഠം തുടങ്ങുമ്പോഴും ആ പാഠം അവസാനിപ്പിക്കുമ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ആ പുസ്തകത്തിനെക്കാട്ടിലും വലുതാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമുക്കൊക്കെ പറ്റാതെ പോകുന്നത് ഇതല്ലേ. വളരെയധികം വിഷമം എനിക്കുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, അതാ കണ്ണുകളൊക്കെ ഇങ്ങനെ. എൻ്റെ വിഷമം നിങ്ങളോടുകൂടിയും പങ്കുവച്ചിട്ട് എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. കാരണം എനിക്ക് വിഷമാണെന്ന് തോന്നുമ്പോൾ കൂടെ കരയുന്നേക്കാട്ടിലപ്പുറം ചിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കുള്ള എൻ്റെ കരച്ചിൽ അവരുടെ ചിരിയായിട്ടേ വരുള്ളൂ, അല്ലേ? നന്നായിക്ക് ദൈവം കൊടുത്ത ശിക്ഷ അവൾക്ക് അത് തന്നെ കിട്ടണം, അവൾ ഇനിയും അനുഭവിക്കണം എന്നൊക്കെയുള്ള കമൻറ്റുകൾ മാത്രമേ വരുള്ളൂ. ഞാൻ കടന്നു പോകുന്ന നിമിഷങ്ങൾ എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മൊമെൻറ്റുകളാണ് ഞാൻ. പക്ഷേ ജീവിതം വല്ലാത്ത ക്രൂരമായിട്ടാണ് നമ്മളടുത്ത് ചിലപ്പോൾ പെരുമാറുക. ആ ക്രൂരതയുടെ മുഖം എന്ന് പറയുന്നത് വല്ലാത്തൊരു മുഖം തന്നെയാണ്. നമ്മളാരും ചിന്തിക്കില്ല. അയൽവക്കക്കാരന് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളത് നോക്കിക്കാണും, അഭിപ്രായം പറയും, അങ്ങനെ ചെയ്തുകൂടായിരുന്നോ, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ അവനവൻ്റെ ജീവിതത്തിലേക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അയൽവക്കക്കാരൻ്റെ പ്രശ്നം നോക്കി കാണും പോലെ നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ. അതാണിപ്പോൾ എൻ്റെ ജീവിതം. പലർക്കും പല പ്രതിവിധികളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ലൈഫിൽ. ഞാൻ പലരുടെയും സങ്കടങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ പലരെയും സമാധാനിപ്പിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ എൻ്റെ ലൈഫിൽ പ്രശ്നം വന്നപ്പം ആരെയും ഞാൻ കണ്ടിട്ടില്ല, എന്നാരും സമാധാനിപ്പിച്ചിട്ടില്ല, എനിക്കാരും പ്രതിവിധി പറഞ്ഞു തന്നിട്ടില്ല, എന്നാരും ചേർത്ത് പിടിച്ചിട്ടില്ല.
എന്തുവാ ഇതിന് മാത്രം വിഷമം, എന്തുവാ ഇതിന് മാത്രം സങ്കടം എന്നൊക്കെ നമുക്ക് പലതും പുറത്ത് പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിൻ്റെ ഉള്ളിലാണ് ഞാനുള്ളത്. എനിക്ക് ആരുമില്ല എന്ന് സ്വയം തോന്നണ്ട എന്ന് കരുതിയത് കൊണ്ട് വീക്കിലൊരാളുണ്ട്. കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ഒന്നാമത് തിരക്കാട്ടോ, വരയ്ക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ മാനസിക സമ്മർദ്ദവും കൂടി ആകുമ്പം നമുക്ക് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. ഇനി എൻ്റെ ലൈഫിൽ പല പല പ്രശ്നങ്ങളും വന്നു പോകുന്നുണ്ട്. പലതിനെയും എനിക്ക് നേരിടാൻ പറ്റുന്നുണ്ട്, പലതിനെയും ഞാൻ തള്ളി മാറ്റുന്നുണ്ട്. പക്ഷേ ചിലത് ഒരുപാട് എന്നെ കരയിപ്പിക്കുന്നു. ആ കരച്ചിൽ എനിക്ക് എങ്ങനെ അടക്കി പിടിക്കാൻ നോക്കിയിട്ടും എനിക്കത് പറ്റുന്നില്ല. കരയേണ്ടത് കരഞ്ഞ് തന്നെ നമ്മൾ തീർക്കേണ്ടി വരും, ഇല്ലേ? ചിലത് അങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ കരഞ്ഞു തീർക്കേണ്ടത് കരഞ്ഞ് തന്നെ തീർക്കേണ്ടി വരും. ആരെയോ പൈ പറഞ്ഞിട്ടോ, ആരോടോ സങ്കടം പറഞ്ഞിട്ടോ, ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഞാൻ തളർന്ന എൻ്റെ ഫാമിലി തളരും. അതിന് ഞാൻ തയ്യാറല്ല. തളരില്ല ഞാൻ, കരയും ഞാൻ ഒരുപാട്, പക്ഷെ തളരൂല ഞാൻ. തളർന്നാൽ എൻ്റെ കൂടെ എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാരൊക്കെ തളർന്നു പോകും. അവരെ തളർത്താൻ ഞാൻ ഒരിക്കലും നിൽക്കില്ല. ഞാൻ ഒരാളുടെ, നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് പലരുടെയും കുടയായി മാറാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതേപോലെയാണ്. പലരും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു കുടയായി മാറാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ, മാറും ഞാൻ. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, പ്രാർത്ഥിക്കുക. വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നത്. ആരോടും പറയാനില്ല, ആരോടും അറിയാനില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം. അതിൽ നിന്നും കരകയറി വരാൻ എനിക്ക് പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. പറ്റുമെങ്കിൽ കൂടെ പ്രാർത്ഥിക്കുക. എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും മാറുമായിരിക്കും, മാറണമല്ലോ. പക്ഷേ ഇത് ദൈവം വല്ലാത്തൊരു പരീക്ഷണമായിപ്പോൾ എനിക്ക് തന്നത്. എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു കാര്യം എനിക്കറിയായിരുന്നു, ദൈവത്തിലേക്ക് അടുക്കും തോറും ദൈവം നമ്മളിങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ദൈവം കൈയൊഴിയില്ല എന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ ദൈവത്തിനോട്. ഒരുപാട് പരീക്ഷണങ്ങൾ തന്നിട്ട്, ഒരുപാട് കരയിപ്പിച്ചിട്ട്, ഒരുപാട് അനുഭവിപ്പിച്ചിട്ട് കൈവിടാതിരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതിനെക്കാട്ടി നല്ലത് ഈ വിഷമങ്ങളൊക്കെ തരാതിരുന്നൂടെ? ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസുകാർക്കൊക്കെ ബുദ്ധിമുട്ടായി നിൽക്കുക. അവരൊക്കെ ബുദ്ധിമുട്ടാകുന്നുണ്ട് എൻ്റെ ഒരു വീഡിയോ ഇല്ലാത്തത് കൊണ്ട്. അപ്പം എൻ്റെ സാഹചര്യം ഇതാണെന്ന് മാത്രം പറഞ്ഞതാണ്. റിക്കവറായിട്ട് വരും ഞാൻ, ഉറപ്പാണ്.